വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ വയനാട്ടിൽ മികച്ച ലീഡ് പിടിച്ച് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി. ആദ്യം മുതൽ തന്നെ 13,800 വോട്ടുകൾക്കാണ് പ്രിയങ്ക ഗാന്ധി മുന്നിട്ടു നിന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥിയായിരുന്നു മുന്നിൽ. ആദ്യമായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലിറങ്ങിയ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ലീഡ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഈ തരത്തിൽ ലീഡ് മുന്നോട്ടു പോകുകയാണെങ്കിൽ കഴിഞ്ഞ തവണ രാഹുൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക എത്തുമെന്നാണ് UDF നേതൃത്വം പറയുന്നത്. ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊഹേരിയാണ് വയനാട്ടിൽ പ്രിയങ്കയുടെ പ്രധാന എതിരാളി. 2019-ലേതിനേക്കാൾ കുറഞ്ഞ പോളിംഗ് ആണ് ഇത്തവണ വയനാട്ടിലുള്ളത്. 73.57% നിന്നും പോളിംഗ് 64.72% കുറഞ്ഞു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് മറികടക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. രാഹുൽ ഗാന്ധിയെ MP ആയി വയനാട് തിരഞ്ഞെടുത്തത് 4.3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. പ്രിയങ്ക വരുന്നതോടെ ഭൂരിപക്ഷം 5 ലക്ഷം കടക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് കോൺഗ്രസ് പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ രാഹുലിനെ പിന്നിലാക്കുമോ പ്രിയങ്ക എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. ചേലക്കര നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ ആദ്യ റൗണ്ടിൽ മുന്നേറ്റവുമായി LDF സ്ഥാനാർത്ഥി U പ്രദീപാണ് മുന്നിട്ടു നിൽക്കുന്നത്. വരവൂർ പഞ്ചായത്ത് അടങ്ങുന്ന ആദ്യ റൗണ്ടിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 1890 വോട്ടുകൾക്കാണ് LDF മുന്നിട്ടു നിന്നത്. LDFന്റെ കണക്കുകൾ പ്രകാരമുള്ള വോട്ടുകൾ ലഭിച്ചെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തുടക്കത്തിൽ LDFനായിരിക്കും ഭൂരിപക്ഷമെന്ന് UDFും കണക്കുകൂട്ടിയിരുന്നു. അത് 1000-ഓളം വോട്ടുകൾ മാത്രമായിരിക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് UR പ്രദീപിന്റെ മുന്നേറ്റം. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷകൾ ഉയർത്തി C കൃഷ്ണകുമാറിന് മുന്നേറ്റമാണ്. ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങിയപ്പോൾ 1000-ഓളം വോട്ടുകൾക്കാണ് C കൃഷ്ണകുമാർ ലീഡ് ചെയ്തിരുന്നത്. എന്നാൽ ആദ്യ റൗണ്ടിൽ തന്നെ 2021-ലേതുപോലൊരു ലീഡ് ഉയർത്താൻ BJPക്ക് സാധിച്ചിട്ടില്ല. ആദ്യ റൗണ്ടിൽ 14 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 700-ഓളം വോട്ടുകളുടെ നഷ്ടമാണ് BJPക്ക് സംഭവിച്ചത്. രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോഴും കഴിഞ്ഞ തവണത്തെ പോലെ വലിയൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. രാവിലത്തെ കണക്കുപ്രകാരം രണ്ടാം സ്ഥാനത്ത് UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. BJPക്ക് നഷ്ടം വന്ന വോട്ടുകൾ രാഹുലിന് പിടിക്കാൻ സാധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത്. 400-ന് മുകളിൽ വോട്ടുകൾ ഇവിടെ രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. P സരിൻ മൂന്നാം സ്ഥാനത്താണെങ്കിലും 2021-നെ അപേക്ഷിച്ച് 100-ഓളം വോട്ടുകൾ ആദ്യ റൗണ്ടിൽ അധികമായി നേടാൻ സരിനും കഴിഞ്ഞിരുന്നു. പാലക്കാട് നഗരസഭയാണ് BJPയുടെ ശക്തി കേന്ദ്രം. ഇത്തവണ നഗരസഭാ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത്. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ 65% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇത്തവണ അത് 5%-ലേറെ ഉയർന്ന് 70%-മായി. BJP ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് ഉയർന്നത്. കോൺഗ്രസിനും LDFനും സ്വാധീനമുള്ള പിരിയാരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ പോളിംഗ് ശതമാനം ഇത്തവണ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെന്നാണ് BJP കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. ഇക്കുറി 5000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് പിടിക്കുമെന്നാണ് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പ്രതീക്ഷ പങ്കുവച്ചിരുന്നത്. പ്രതീക്ഷിക്കുന്ന പോലെ അടിയൊഴുക്കുണ്ടായാൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും C കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ BJPയുടെ പ്രതീക്ഷ അസ്ഥാനത്താകുമോ എന്ന വിലയിരുത്തലുകളും ശക്തമാണ്. C കൃഷ്ണകുമാർ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് പാലക്കാട് BJPയിൽ വലിയ പൊട്ടിത്തെറിക്ക് തന്നെ കാരണമായേക്കും.